രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയ സംഭവത്തിൽ ഗവർണർക്ക് മറുപടി കത്ത് നൽകി മുഖ്യമന്ത്രി. പൊതുവിദ്യാഭ്യാസ മന്ത്രി ഗവർണറോട് അനാദരവ് കാട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. അനാദരവ് കാട്ടാനല്ല മന്ത്രി ചടങ്ങിന് എത്തിയത്. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിക്ക് അങ്ങനെ പെരുമാറാൻ കഴിയില്ലെന്നും ഗവർണർക്ക് അയച്ച മറുപടി കത്തിൽ മുഖ്യമന്ത്രി പറയുന്നു. അഖിൽ പാലോട്ടുമടം ചേരുകയാണ് വിവരങ്ങളുമായി. അഖിൽ, ഗവർണറെ അറിയിക്കാതെ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയത് അനാദരവല്ല എന്ന് മുഖ്യമന്ത്രി എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അനു, രാജ്ഭവനിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഗവർണറും തമ്മിൽ ഒരു നേർക്കുനേർ ഉള്ള ഒരു വാക്പോര് ഉണ്ടാകുന്നത്. ആ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് കത്തിച്ചു എന്നതായിരുന്നു മന്ത്രിയെ ചൊടിപ്പിച്ച ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിനു പിന്നാലെ ആ പരിപാടിയിൽ, അതായത് പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് എത്തേണ്ട മന്ത്രി ആ പരിപാടി ആരംഭിച്ചതിനു ശേഷമാണ്, അതായത് ദേശീയ ഗാനത്തിനു ശേഷമാണ് ആ പരിപാടിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം പരിപാടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ആ അധ്യക്ഷ പ്രസംഗം നടത്തിയതിനു ശേഷം മന്ത്രി അടുത്ത് ഗവർണർ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ ഗവർണറുടെ പ്രസംഗത്തിന് ശേഷം നടക്കുന്ന ദേശീയഗാനം നിൽക്കുകയോ ചെയ്യാതെ മന്ത്രി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് രാജ്ഭവനോടും ഗവർണറോടുമുള്ള മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടം മുതൽ ഒരു പ്രതികരണം രാജ്ഭവൻ നടത്തിയത്. ആ പശ്ചാത്തലത്തിൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന്, രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരു വിശദീകരണം എന്ന നിലയ്ക്ക്, അതായത് എന്തുകൊണ്ടാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കനത്ത പ്രോട്ടോകോൾ ലംഘനമാണ് ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാട്ടി രാജ്ഭവൻ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ മറുപടിയാണ് ഇപ്പോൾ സർക്കാർ മുഖ്യമന്ത്രി നേരിട്ട് ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത്, ഒരു തരത്തിലുമുള്ള അനാദരവ് രാജ്ഭവനോടോ ഗവർണറോടോ മന്ത്രി നടത്തിയിട്ടില്ല. മന്ത്രിക്ക് അത്തരത്തിലൊരു അനാദരവ് നടത്തണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും രാജ്ഭവനോട് ഒരു അയവ് വന്ന തരത്തിൽ, കാരണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അയവ് ഉണ്ടാകില്ല. അനാദരവ് നടത്താൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ മോശമായി രാജ്ഭവനെയോ ഗവർണറെയോ അവഹേളിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടല്ല മന്ത്രി അവിടെ എത്തിയതെന്നുള്ള ഒരു താഴ്ന്ന അപേക്ഷയുടെ സ്വരത്തിലുള്ള ഒരു കത്താണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് രാജ്ഭവന് നൽകിയിരിക്കുന്നത്. അതിൽ ഒരു തരത്തിലുമുള്ള പ്രോട്ടോകോൾ ലംഘനം മന്ത്രി നടത്തിയിട്ടില്ല. മന്ത്രി ഒരു തരത്തിലുമുള്ള ഒരു മന്ത്രി എന്ന ചുമതല, അതായത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി എന്ന നിലയ്ക്ക് ആ ചുമതലയിൽ അല്ലെങ്കിൽ ആ പദവിക്ക് നിരക്കാത്ത ഒരു കാര്യവും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.